എൻ്റെ പേരാനു. ഞാൻ തൊടുപുഴ കല്ലാനിക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അവൻ്റെ പേര് ഗോഡ്സൺ എന്നാണ്. അവന് ഉണ്ടായി ഒരു 9 മാസമായപ്പോൾ, ഇവന് ബീഫിന് അലർജി ഉണ്ട്. 9 മാസമായപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവന് ബീഫ് കൊടുത്തത്. അന്ന് ശരീരമെല്ലാം ചൊറിഞ്ഞു തടിച്ച് ശ്വാസം മുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഈ 12 വയസ്സിനിടയ്ക്ക് അവൻ എപ്പോഴൊക്കെ ബീഫ് കഴിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ പെട്ടെന്നൊരു ചുമ വരും, പിന്നെ അത് ശ്വാസം മുട്ടലായിട്ട് മാറും, പിന്നെ ശരീരമെല്ലാം ചൊറിഞ്ഞു തടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ അത് കുറയുകയുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ബുധനാഴ്ച ഞങ്ങൾ ഇവിടെ കൺവെൻഷന് പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ബീഫ് കഴിക്കുമ്പോൾ അലർജിയുള്ള ആൾക്കാർക്ക് സൗഖ്യം നൽകുന്നെന്ന് പറഞ്ഞു. അപ്പം ഇവൻ എൻ്റെ പപ്പയുടെ അടുത്താണ് ഇരുന്നത്. അപ്പം പപ്പ ഇവനോട് പറഞ്ഞു, നീയാണെന്ന് അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഉച്ച കഴിഞ്ഞ് ആരാധന സമയത്ത് വീണ്ടും അച്ഛൻ അത് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഇവിടെ ചോറിന് കറി ബീഫായിരുന്നു. അപ്പോൾ ഇവന് പെട്ടെന്ന് അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇന്ന് അവിടെ ബീഫാ കറി, ഞാൻ കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിക്കണ്ട എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇവൻ പോയി അത് വാങ്ങിച്ച് കഴിച്ചു. അവന് യാതൊരു കുഴപ്പം ഉണ്ടായില്ല, അവന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ദൈവത്തിന് 1000 നല്ലൊരു കൈഡി എടുത്തോ. ജനിച്ചേ വേണ്ടോ 9-ാം മാസം അല്ലേ, 9-ാം മാസം അങ്ങനെ ബീഫ് കൊടുത്തതെന്ന്. അന്ന് മുതലുള്ള ഇപ്പോഴത്തെ 12 വയസ്സ് ഈ രോഗമാണ് ബീഫ് കഴിക്കുമ്പോൾ അലർജി. എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞതെന്നറിയും. ബുധനാഴ്ച ദിവസം വിളിച്ചു പറഞ്ഞു കണ്ടില്ലേ, അത് കഴിച്ചിട്ട് അത് മാറി. നേരത്തെ ചേച്ചി പറഞ്ഞു 46 വർഷമായിട്ടുള്ള ബീഫിൻ്റെ അലർജി. പ്രൈസ് ദി ലോർഡ്. വലിയ സാക്ഷിയാണ് കേട്ടോ.